ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മക്രൂണിയാണ് കേട്ടോ. വളരെ നല്ല ടേസ്റ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ മക്രൂണി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും ലേശം ഉപ്പും ചേർത്ത് ഈ മക്രൂണി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 കപ്പോളം മക്രൂണിയാണ് ചേർത്തിട്ടുള്ളത്. മക്രൂണി ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നല്ല മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മക്രൂണിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അത് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ മക്രൂണി. ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ അവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു 3-4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം അതുപോലെ ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കഷ്ണം ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാപ്സിക്കമാണ്. ഒരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം മക്രൂണി വേവിക്കുമ്പോൾ ലേശം ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ്. ഇനി മസാലകൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണോളം ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ല രീതിയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മക്രൂണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇവിടെ ഞാനൊരു 3 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം അറിയാത്തവർ ആ വീഡിയോ കണ്ട് ടൊമാറ്റോ സോസ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ടെടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ മക്രൂണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക.